2 മാസം മുൻപാണ് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കലയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കുന്ന ഒരു ഊമക്കത്ത് കിട്ടുന്നത്. 15 വർഷം മുൻപ് നാട് വിട്ടെന്ന് വിശ്വസിച്ചിരുന്ന കല കൊല ചെയ്യപ്പെട്ടു എന്നായിരുന്നു കത്തിലെ ഉള്ളടക്കം. പൈശാചികമായ ഒരു നടപടിയാണ്. ആരായാലും കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാണ്. എന്നുവെച്ചാൽ മനുഷ്യ മനസ്സിന് ഒരു വിലയില്ലാത്ത ഒരു രീതിയാണിത്. പരാതി കൊടുത്തിരിക്കുന്ന ഇപ്പം അങ്ങനെ അറിയാൻ സാധിച്ചത് ആ കുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നു എന്നാണ്. തുടർന്ന് പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണം രഹസ്യമായി പലതവണ അനിലിന്റെ ബന്ധുക്കളെ ചോദ്യം ചെയ്തു. ഒടുവിൽ 5 പേരെ കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ. കലയുടേത് കൊലപാതകം ആണെന്ന് ചോദ്യം ചെയ്യലിൽ ഉറപ്പിച്ച ശേഷമായിരുന്നു സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പോലീസിന്റെ പരിശോധന. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് പരിശോധന തുടങ്ങി. 3 സെപ്റ്റിക് ടാങ്കുകളാണ് അനിലിന്റെ വീട്ടിലുള്ളത്. ഇതിന്റെ 2ാമത്തെ ടാങ്കിൽ നിന്ന് കലയുടേത് എന്ന് സംശയിക്കുന്ന തലമുടിയും വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തി. ഇവ ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധനയ്ക്ക് അയക്കും. ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. ഇവരെ കാണാതായിട്ടുണ്ടെന്നുള്ളത് അറിയാമായിരുന്നു, അല്ലാതെ വേറെ സംഭവമൊന്നും അറിയത്തില്ല. 15 വർഷം പിന്നിട്ടതിനാൽ ചെറിയ അവശിഷ്ടം മാത്രമേ ലഭിക്കൂവെന്ന് ഫോറൻസിക് സംഘത്തിന് നേരത്തെ ധാരണയുണ്ടായിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.